പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കരീം സാഹിബിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ വിജയത്തിന്റെ പാതയിൽ മുന്നിലേക്ക് പോവുകയാണ്. ഇതോടെ കരീം സാഹിബ് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ദേവ്ജിയെ കാണുന്നതിനായി. അല്ല ദേവ്ജി, ഇപ്പോൾ ഈ എടുക്കുന്ന കഷ്ടപ്പാടിനെല്ലാം പിന്നിൽ എന്ത് ലാഭമാണ് ദേവ്ജിക്കുള്ളത്? വെറുതെ ദേവ്ജി ഇങ്ങനെയൊക്കെ ചെയ്യുമോ? എനിക്കൊരു ഡൗട്ട്. അതുകൊണ്ടാ ദേവ്ജിയെ നേരിട്ട് വന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കാമെന്ന് കരുതിയത്. എന്തിനാ ഈ കൺമണിക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പാട്? ദേവ്ജി കാര്യങ്ങൾ പറ. ഞാനല്ല കഷ്ടപ്പെടുന്നത്. ദേ ഇവനില്ലേ കൃഷ്, ഇവനാ അവൾക്ക് വേണ്ടി ആ സ്ഥലം ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങാൻ തയ്യാറായിരിക്കുന്നത്. ഓഹോ, അപ്പോ ഇതാണ് ആ കൃഷ് സാറല്ലേ? അല്ല കൃഷ് മോനെ, എന്താ മനസ്സില്? സത്യങ്ങൾ ഇങ്ങ് പറയേ, ഞങ്ങളും അറിയട്ടെ. കൃഷ് സാറിന്റെ മനസ്സ് കീഴടക്കിയ ആ കൺമണി, അവളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ആ കുട്ടിയെ, അയ്യോ കൺമണി ഇപ്പോൾ ഇവിടെ ഇല്ല. കുറച്ചു നേരത്തെ ഇവിടെ നിന്ന് പോയേ ഉള്ളൂ. അത് കുഴപ്പമില്ല, എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയല്ലോ. ഇനി കരീം സാഹിബ് നോക്കിക്കോളാം കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. ആണോ, ശരി, എന്നാ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ കരീംക അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഇതേ സമയം കൺമണിയാകട്ടെ പിറ്റേന്ന് ഓഫീസിലേക്ക് പോകുന്നതിന് വേണ്ടി അമ്പലത്തിൽ പ്രാർത്ഥിച്ച് തിരികെ വരികയാണ്. അപ്പോഴാണ് വരുണിന്റെ കൂട്ടുകാരനായ SI മുന്നിലേക്ക് കയറി വന്ന് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എടി, മര്യാദയ്ക്ക് വണ്ടിയിൽ കയറടി, നിന്നെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നീങ്ങുകയാണ് അയാൾ. പോലീസുകാരനായതുകൊണ്ട് തന്നെ കൺമണി ഒന്ന് പതറിപ്പോവുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും? ആ ഒരു ചോദ്യം മുമ്പിൽ ബാക്കിയാകുമ്പോഴാണ് അവിടേക്ക് കരീം സാഹിബിന്റെ ആളുകൾ കടന്നു വരുന്നത്. SIയെ വട്ടമിട്ട് പിടിച്ചിരിക്കുകയാണ് അവർ. ഇതോടെ ആകെ പകച്ചു പോകുന്നു SI. നിങ്ങളൊക്കെ ആരാ? എന്താ? വിട്. അപ്പോഴാണ് കരീം സാഹിബ് അവിടേക്ക് കയറി വരുന്നത്. കൺമണി മോളെ, നീ ഒരു വിധത്തിലും പേടിക്കണ്ട. ധൈര്യമായി മുന്നിലേക്ക് പോകോ. നിന്റെ കൂടെ ഞങ്ങളൊക്കെയുണ്ട്. മനസ്സിലായോ? അപ്പോ ഖുദാഫിസ്, കാര്യങ്ങൾ നടക്കട്ടെ. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിക്ക് സന്തോഷമായിരിക്കുകയാണ്. കൺമണി ധൈര്യത്തോടെ വീണ്ടും മുന്നിലേക്ക് പോകുന്നു. ഇതിനിടയിൽ സാഹിബ് മുന്നിലേക്ക് വന്നിട്ട് ഇനിയും ആ വരുണിന്റെ പേര് പറഞ്ഞ് ആ കൺമണി കൊച്ചിനെ വേദനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ ബാക്കി വെച്ചേക്കില്ല. ഇത് കരീം സാഹിബ പറയുന്നേ. മനസ്സിലായോ നിനക്ക്? വിട്ടേക്കടാ, വാ പോകാമെന്ന് പറഞ്ഞു പോവുകയാണ്. ഇതോടെ കൺമണി തിരികെ ഓഫീസിൽ എത്തുമ്പോഴാണ് ദേവ്ജിയെ കാണുന്നത്. ഇതോടെ ദേവ്ജി കരീം സാഹിബിന്റെ കാര്യങ്ങൾ പറയുന്നു. എന്നെ ഇന്ന് രക്ഷിക്കാൻ കരീം സാഹിബ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ വരുണിന്റെ കൂട്ടുകാരനായ SIയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ എത്തിയത്. നീ പേടിക്കേണ്ട കൺമണി, കാര്യങ്ങളെല്ലാം ശരിയാകും. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്നുമുണ്ട്. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ സെറ്റാവും. മനസ്സിലായോ? ഇതോടെ വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് ഇപ്പോൾ കൺമണിക്ക്. ഇതിനിടയിൽ കൺമണിയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാനിങ്ങുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മാനസയും അതുപോലെ തന്നെ ആൻറ്റിയമ്മയും. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.